എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും എൻ്റെ പ്രണാമം. കഴിഞ്ഞ എൻ്റെ 2 വീഡിയോസിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കി, നമ്മൾ ലോവർ വൈബ്രേഷനിലായിരിക്കുമ്പോൾ, അതായത് നമ്മുടെ എനർജി വളരെയധികം നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ ആയിരിക്കും നമ്മളിലേക്ക് ദാരിദ്ര്യം, ദുഃഖം, റിലേഷൻഷിപ്പ് പ്രോബ്ലം, മറ്റു രോഗദുരിതങ്ങൾ ഒക്കെ വന്നു ചേരുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഹയർ വൈബ്രേഷനിലാകാം, ഈ ലോവർ വൈബ്രേഷനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഈ ശരീരം, മനസ്സ് ഇവയൊക്കെ നമ്മുടെ ആത്മാവിനെ 100% അതിൻ്റെ എനർജി വൈബിൽ നിലനിർത്തുവാനാണ് നാം ജനിച്ചിട്ടുള്ളത്. അങ്ങനെ 100% നിലനിർത്തി നമ്മുടെ ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കി നമ്മൾ വളരെ ഹാപ്പിയായിട്ട് ഈ ലോകത്ത് ജീവിച്ച് എല്ലാ തരത്തിലുള്ള അബണ്ടൻസ്, അതായത് സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, സമൃദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും, സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സമൃദ്ധമായി നമ്മളിലേക്ക് എത്തിച്ചേരാൻ 100% ഒരാത്മാവിന് എനർജി ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പീക്ക് സ്റ്റേജിലാണ്. എന്നാൽ ഒരു 75% നമ്മളിൽ എനർജി നിലനിർത്തിയാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള സമൃദ്ധിയും, ആരോഗ്യവും, സമ്പത്തും, ഐശ്വര്യവും, റിലേഷൻഷിപ്പിലുള്ള ആ സ്നേഹവും നിലനിർത്തുവാൻ നമുക്ക് സാധ്യമാണ്. അപ്പോൾ ഇത് എപ്പോഴാണ് ലോവർ വൈബ്രേഷനിലാകുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അത് കാണാത്തവരാണെങ്കിൽ ആ 2 വീഡിയോസും കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോവർ വൈബ്രേഷനിൽ നമ്മുടെ മനസ്സിലെപ്പോഴും നമുക്ക് സ്വയം ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ മനസ്സിലെപ്പോഴും ആകുലത നിൽക്കും. ഈ ആകുലത നമ്മളിൽ നിന്ന് എനർജി ലോസ് നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതായത് ഊർജ്ജം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾക്ക് പലതരത്തിലുള്ള ആകുലതകളാകാം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദാരിദ്ര്യം, കടബാധ്യതകൾ, അതുപോലെ രോഗദുരിതങ്ങൾ, റിലേഷൻഷിപ്പ് പ്രോബ്ലം, അങ്ങനെ പലതും. അപ്പോൾ ഇതെല്ലാം കർമ്മദുരിതങ്ങളായിട്ടാണ് നമ്മളെ പിടികൂടുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒഴിവാക്കി നിർത്താനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് വെച്ചാൽ, നമ്മുടെ ചിന്തകളിലൂടെയാണ് നമുക്ക് ശരീരത്തിലെ പൂർണ്ണമായ എനർജി നമുക്ക് നഷ്ടമായി തീരുന്നത്. അപ്പോൾ നമ്മൾ ആകുലരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ചിന്തകളിലൂടെ, ആ ആകുലമായ ചിന്തകളിലൂടെ എനർജി നഷ്ടപ്പെടാം. നമ്മൾ കടത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും കടം മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല തന്നെ. എന്നാൽ നമ്മൾ സമൃദ്ധിയെക്കുറിച്ചാണ് ആ അവസ്ഥയിൽ ചിന്തിക്കുന്നത്. പ്രതീക്ഷയോടെ നമുക്ക് യൂണിവേഴ്സ് മറ്റെന്തോ വലുത് തരാനിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് അത്ഭുതകരമായി നിരീക്ഷിച്ചറിയാൻ സാധിക്കും. അതുപോലെ ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലത്തിൽ നമ്മളെപ്പോഴും ചേസർ ആയിട്ടിരിക്കുക, അതായത് അവരെ പിന്നാലെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഹസ്ബൻഡും വൈഫും തമ്മിലാണെങ്കിലും അകന്നു പോയി കഴിഞ്ഞാൽ അവർ സദാസമയവും അവരെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എനർജി അവരിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവർക്കതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ തീരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. എങ്കിലേ നമ്മുടെ ഈ എനർജി ഒരു 75% എങ്കിലും ആക്കി നമ്മുടെ ശരീരത്തിൽ നിലനിർത്താൻ സാധിക്കൂ. നമ്മുടെ മനസ്സിനാണ് കൂടുതൽ എനർജി വേണ്ടത്. അപ്പോൾ മനസ്സിനെ അതേപോലെ ഉയർത്തേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു രോഗമുണ്ട്. ആ രോഗത്തെപ്പറ്റി സദാസമയം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ രോഗം വർദ്ധിക്കും. നിങ്ങൾക്കൊരാളിനോട് വിരോധമുണ്ടെങ്കിൽ ആ വ്യക്തിയെ പറ്റി നമ്മുടെ ഉള്ളിൽ വൈരാഗ്യത്തോടെ, പ്രതികാരത്തോടെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ വ്യക്തിക്കും ആ എനർജിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് നമ്മളോടുള്ള പ്രതികാരവും വൈരാഗ്യവും കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ ആ വ്യക്തിയെ സ്നേഹത്തോടെയാണ് ചിന്തിക്കുന്നതെങ്കിൽ, ആ വ്യക്തിയുടെ മനസ്സിൽ എന്തു ആകട്ടെ, ആ വ്യക്തിയെ സ്നേഹത്തോടെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് തിരിച്ചും നമ്മളോട് അതേ വൈബിൽ പെരുമാറാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ പലപ്പോഴും നമ്മളിവിടെ സംഭവിക്കുന്നത്, സ്നേഹമുണ്ട്, അവരോട് ഞാൻ സ്നേഹത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത്, പക്ഷേ എന്നിട്ടും അവർ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും.
പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ആകുലതയുണ്ട്. അപ്പോൾ ആ ആകുലത ആണ് അവിടെ പ്രബലമായി തീരുന്നത്. അപ്പോൾ ആകുലമായ സിറ്റുവേഷൻസാണ് വീണ്ടും യൂണിവേഴ്സ് നമുക്ക് ഇട്ടു തരുന്നത്. അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്ത് ആകുലമായ സിറ്റുവേഷൻസ് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുക വഴിയാണ് നമ്മുടെ ആ വൈബ് കൂട്ടാൻ സാധിക്കുക. അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകളെ നമുക്ക് എങ്ങനെ അത് ഒഴിവാക്കാൻ സാധിക്കും? നമ്മുടെ ആ തോട്ട് വേവ്സിനെ നമുക്കൊന്ന് നിയന്ത്രിച്ചാൽ മതി. പക്ഷേ അത് വളരെ എളുപ്പത്തിൽ സാധ്യമാണോ? നമ്മൾ സ്വയം നമ്മുടെ ഒരു സാധാരണ ലെവലിൽ നമുക്കത് സാധ്യമല്ല തന്നെ. പക്ഷേ എങ്ങനെയെല്ലാം നമുക്ക് സാധിക്കാം? അത് നമുക്ക് പ്രാണായാമത്തിലൂടെ, അതായത് പ്രാണനെ ആയാമം ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതിന് ഏത് മാർഗങ്ങളാണ് ഉപയോഗിക്കുക? നമ്മുടെ ബ്രീത്തിങ് ടെക്നിക്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ കൂടുതലും നമുക്ക് കേവല കുംഭം അല്ലെങ്കിൽ ബ്രീത്ത്ലെസ് സ്റ്റേറ്റ് വരുമ്പോഴേ നമ്മുടെ ചിന്തകൾ അവിടെ നിശ്ചലമാകുന്നുള്ളൂ. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ചിന്തിക്കാതിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എനർജി അവിടെ വർദ്ധിക്കുകയാണ്, പ്രാണശക്തി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു നല്ല ഉന്മേഷം, സന്തോഷം ഒക്കെ നമ്മുടെ മനസ്സിന് അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള ഒരു ഊർജ്ജം അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഡെയിലി ഒരു 20 മിനിറ്റെങ്കിലും നിങ്ങൾ പ്രാണായാമം ചെയ്യുക. അതും ശ്വാസം പിടിച്ചു നിർത്തി ഹോൾഡ് ചെയ്യുന്നുള്ള പ്രാണായാമങ്ങളാണ് നമുക്ക് കൂടുതൽ ഉപകരിക്കുന്നത്. ആദ്യം നാഡീശുദ്ധി പ്രാണായാമം ആകാം. അതായത് നാഡികളെയൊക്കെ 72,000 നാഡികൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിനെയൊക്കെ ഉത്തേജിപ്പിക്കുന്ന നാഡീശുദ്ധി പ്രാണായാമം നമുക്ക് ആദ്യം ചെയ്തു തുടങ്ങാം. അതിനുശേഷം കുറേശ്ശെയായിട്ട് ഹോൾഡ് ചെയ്ത് ലങ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം ഹോൾഡ് ചെയ്യുക. അവിടെ ശ്വാസം പിടിച്ചു നിർത്തി അല്പസമയം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ പ്രാണായാമത്തിലൂടെ ഈ 72,000 നാഡികൾ സ്പന്ദിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ഊർജം നമുക്ക് ലഭിച്ചു തുടങ്ങും. ചക്രങ്ങളൊക്കെ ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. നമ്മളിൽ നിന്ന് കട്ടായി പോയ ആ കോസ്മിക് ഊർജം കണക്ട് ചെയ്യപ്പെടാൻ തുടങ്ങും. കാരണം ആ ഹയർ വൈബ്രേഷനിലുള്ള എനർജി നമ്മൾ സ്വീകരിക്കുക. അതിലൂടെയാണ് നമ്മുടെ വൈബ്രേഷൻ മറ്റൊരു രീതിയിൽ ഉയർത്തുക. അത് റേക്കി മെഡിറ്റേഷനിലൂടെ സാധ്യമാണ്. അതുപോലെയുള്ള ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വൈബ്രേഷൻ നമ്മൾ കൂടുന്നതനുസരിച്ച് നമ്മുടെ മനസ്സ് പീസ്ഫുൾ ആകാൻ തുടങ്ങും. അതനുസരിച്ച് നമ്മുടെ എനർജി കൂടി വരും. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്തോഷകരമായ അനുഭവങ്ങൾ ഒക്കെ നടക്കാൻ ഇടയാവുന്നത്. ഹീലിങ്ങിൻ്റെയും ഒരു രഹസ്യം അതാണ്. കോസ്മിക് എനർജി നിങ്ങളുടെ ശരീരത്തിലൂടെ കയറ്റി വിട്ടിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഹാപ്പി സ്റ്റേറ്റ് ഹീലേഴ്സ് ഉണ്ടാക്കുക. ആ സ്റ്റേറ്റിലൂടെ നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാനുള്ളത് നിങ്ങൾ ക്രമേണ അറ്റൈൻ ചെയ്യുന്നു. അത് നമ്മുടെ വിൽ പവർ ഉപയോഗിച്ചും നമുക്ക് അത് സാധ്യമാണ്. വളരെ ഹയർ വൈബ്രേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വിൽ പവർ ഉപയോഗിച്ച് അത് മറ്റുള്ളവരിൽ നടപ്പാക്കാൻ സാധിക്കൂ. അതാണ് ഹീലിങ്ങിൻ്റെ രഹസ്യവും. അപ്പോൾ പ്രാണായാമം ഒരു മാർഗം. അപ്പോൾ ഈ പ്രാണായാമത്തിൽ കേവല കുംഭം അഥവാ ബ്രീത്ത്ലെസ് സ്റ്റേറ്റിൽ നമ്മുടെ ചിന്തകൾ അവിടെ ശൂന്യമാകുകയാണ് ചെയ്യുന്നത്. ആ ചിന്തകൾ ശൂന്യമാകുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ അധികരിച്ച ചിന്തകളാണല്ലോ നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തുക. നമ്മൾ ഊർജ്ജം കൂടാൻ തുടങ്ങും. അപ്പോൾ ഈ ബ്രീത്ത്ലെസ് സ്റ്റേറ്റ് നമുക്ക് വേറെ ഏത് രീതിയിൽ നമുക്ക് സാധ്യമാക്കാൻ കഴിയും? അത് മെഡിറ്റേഷനിലൂടെ സാധ്യമാണ്. മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ടെക്നിക്സ് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. റേക്കി മെഡിറ്റേഷൻ ചെയ്യാം. ഇത് കൂടാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് നിങ്ങളുടെ ചിന്തകളെ വാച്ച് ചെയ്തിരിക്കുക. ജസ്റ്റ് കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അത് നിങ്ങൾ തന്നെ ഒരു സാക്ഷിയെ പോലെ അതിനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ആ ചിന്തകൾ പതുക്കെ ക്രമേണ ഇല്ലാതായി ശൂന്യമാകാൻ തുടങ്ങും. ആ ഒരു ശൂന്യമാകുന്ന മനസ്സിൽ വീണ്ടും തോട്ട് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് എനർജി നമ്മളിലേക്ക് വർദ്ധിക്കാൻ തുടങ്ങും. അത് നമുക്ക് പല നല്ല ഗുണാനുഭവങ്ങളും ഉണ്ടാക്കും. ഈവൻ നമുക്ക് ലോവർ വൈബ്രേഷനിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ്. ഇവിടെ ആസനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് യോഗ, എക്സസൈസ് ഇവയൊക്കെ ചെയ്ത് നിങ്ങളുടെ ശരീരത്തിനെ നല്ല ഒരവസ്ഥയിൽ എത്തിക്കാം. ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കും ഈ എക്സസൈസിലൂടെ അല്ലെങ്കിൽ യോഗയിലൂടെ. അപ്പോൾ അങ്ങനെയുള്ള ഹാപ്പി ഹോർമോൺസ് നമ്മൾ എപ്പോഴും ഹാപ്പിയാക്കി നിർത്തുമ്പോൾ എനർജി വൈബ് കൂടും. അപ്പോൾ എക്സസൈസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം.
പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല സ്വാത്യാഹാരത്തിലൂടെ നിങ്ങളുടെ വയറിനെ തീരെ ഒഴിച്ചിടാതെ നിങ്ങൾ നന്നായി വിശന്നിരിക്കുമ്പോഴും നിങ്ങൾ ആകുലപ്പെട്ടിരിക്കുമ്പോഴും നിങ്ങളുടെ എനർജി ലോവർ വൈബ്രേഷനിലായിരിക്കും. ആ സമയത്താണ് നിങ്ങൾ പറയുന്ന കൂടോത്രം, മന്ത്രവാദം, ബ്ലാക്ക് മാജിക് ഇതൊക്കെ നിങ്ങളെ ബാധിക്കുന്നത്. നിങ്ങൾക്കെതിരായിട്ട് ആരെന്ത് ചെയ്താലും നിങ്ങളെ ബാധിക്കാത്ത ഒരവസ്ഥ എന്ന് പറയുന്ന ഹയർ വൈബ്രേഷനിലായിരിക്കും. നമ്മൾ എപ്പോഴൊക്കെ ആകുലരായിരിക്കുന്നു, നമ്മുടെ വയറ് ഒഴിഞ്ഞിരിക്കുന്നു, ശൂന്യമായിട്ട് നമ്മൾ വിശന്ന് വലഞ്ഞ് നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിക്കാതെ എപ്പോഴൊക്കെ ഇരിക്കുന്നു, അതുപോലെ തന്നെ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യാതിരിക്കുന്നു, അപ്പോഴൊക്കെയാണ് ബ്ലാക്ക് മാജിക്ക് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈവിളായിയൊക്കെ നമ്മളെ പിടികൂടുക. ദൃഷ്ടിദോഷം, ആഭിചാരദോഷം, അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ നമ്മളെ പിടികൂടുക. അപ്പോൾ നമ്മൾ ആ ഹയർ വൈബ്രേഷനിലാകാനായിട്ട് മറ്റൊരു മാർഗം എന്ന് പറയുന്നത് നമുക്കൊരു പ്രകൃതി നടത്തമാകാം. ഈ പ്രകൃതിയിൽ നിന്നും യൂണിവേഴ്സ് അനന്തമായിട്ടുള്ള കോസ്മിക് പവർ നമുക്ക് നൽകുന്നുണ്ട്. അത് പലതരത്തിലുള്ള പ്രാണോർജ്ജവും നമുക്ക് നൽകുന്നുണ്ട്. സൗരപ്രാണ, അതായത് സൂര്യനിൽ നിന്നുള്ള പ്രാണോർജ്ജം, ഭൂമിയിൽ കൂടെ കുറച്ച് സമയം ചെരുപ്പില്ലാതെ നല്ല ഉപരിതലത്തിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഭൗമപ്രാണൻ കിട്ടുന്നു. ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുക അല്ലെങ്കിൽ പള്ളിയിൽ ഒക്കെ പോവുക, അപ്പോൾ അവിടെ ചെല്ലുമ്പോഴുണ്ടാകുന്ന ആ വൈബ്, ചന്ദനത്തിരിയുടെയും മണത്തിലൂടെ നമുക്ക് ആ ഒരു പ്രാണിക്ക് ഊർജ്ജം കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല സുഗന്ധങ്ങളിലൂടെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ കണ്ണെന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളെ, ചെവി എന്ന് പറയുന്ന കാതിലൂടെ ഒക്കെ തന്നെ ശബ്ദം, കാഴ്ചയിലൂടെ ഒക്കെ നമുക്ക് അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ മണിയടി ശബ്ദം, ദീപാലങ്കാരം, ഇവയൊക്കെ നമ്മളെ പ്രാണോർജ്ജം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നു. പിന്നെ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനും അതുപോലെയാണ്. പിരമിഡ് രൂപത്തിലാണ് ക്ഷേത്രങ്ങളും പള്ളികളും. അപ്പോൾ അവിടെ തന്നെ എനർജി വളരെയധികം കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ അറിയാതെ ഒരു ഊർജം നമുക്കുണ്ടാകുന്നു. നമ്മൾ ജസ്റ്റ് ഒരു വാക്കിംഗ് നടത്തുക, പ്രഭാതത്തിലും സായം സന്ധ്യയിലും പ്രകൃതിയൊക്കെ നിരീക്ഷിച്ച് ആകാശത്തിലൂടെ നമുക്ക് ഊർജ്ജം ലഭിക്കുന്നുണ്ട്. ആകാശത്തെ നിരീക്ഷണം ചെയ്ത് അല്പസമയം നിന്നാൽ ഏതൊരു കുറ്റവാളിയെപ്പോലും നല്ലവനാക്കും എന്നാണ് പറയുന്നത്. ഒരു 5 മിനിറ്റ് സമയം നിങ്ങൾ ആകാശത്തെ നിരീക്ഷിച്ച് നിൽക്കുക. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും തന്നെ ഉള്ള കിളികളെ, സസ്യജാലങ്ങളെ, പൂക്കളെ ഒക്കെ തന്നെ നമ്മൾ നിരീക്ഷിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് മുഴുവൻ അതിലേക്കാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എനർജി ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുക. മനുഷ്യരെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ എനർജി അവരിലേക്ക് പോവുക. നമ്മൾ ഈവൻ മരങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കുക, ചെടികളെ ഒന്ന് തലോടുക, അപ്പോൾ തന്നെ നമുക്ക് എനർജി അതിൽ നിന്ന് ധാരാളം ലഭിക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയുമായിട്ട് എപ്പോഴും സഹവസിച്ച് ജീവിക്കുക. ഈ ഒരു രീതിയിലൂടെ എല്ലാം നമ്മുടെ എനർജി വൈബ്രേഷൻ ഉയർത്തി നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് അബണ്ടൻസ് ആയിട്ട് സ്നേഹം, സന്തോഷം, സമ്പത്ത്, ഐശ്വര്യം, ആരോഗ്യം ഇവ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം.